ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ നല്ല അടിപൊളി കമ്മലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് നോക്കാം. ഇതാണ് സ്റ്റോൺ ചെയിൻ, കംപ്ലീറ്റ് സ്റ്റോൺസ് ആണ് ഇതിൽ ഉള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബോൾ ചെയിനാണ്. ബോൾ ചെയിനും ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോളായിരിക്കും അതിൻ്റെ ഡിസൈന്. അപ്പോൾ ഇത് നമുക്ക് മീറ്റർ 2 മീറ്റർ അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. വെയ്റ്റ്ലെസ് ആട്ടോ, ഒട്ടും വെയിറ്റ് ഇല്ല. പിന്നെ ഇത് പേൾ ചെയിനാണ്, അതായത് നമ്മൾ സ്റ്റോൺ ചെയിൻ കണ്ടില്ല, സ്റ്റോണിന് പകരം കുഞ്ഞു കുഞ്ഞു വൈറ്റ് കളർ പേളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ഇതൊക്കെയാണ്: ക്യാൻവാസ് പേപ്പർ, പിന്നെ ബോൾ ചെയിൻ, സ്റ്റോൺ ചെയിൻ, സ്റ്റഡ് ബേസ്, ഹാഫ് പേൾ, ഐപിൻ, പിന്നെ കട്ടർ, ഗ്ലൂ, ഒരു ടൂത്ത് പിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്യാൻവാസ് പേപ്പർ എടുക്കുക. വൈറ്റ് കളർ ക്യാൻവാസ് പേപ്പറാണ്. അപ്പോൾ ഈ ഷീറ്റിൽ നമ്മൾ യെല്ലോ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്ത് അത് ഡ്രൈ ആക്കി എടുത്തിരിക്കുകയാണ്. അതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഹാഫ് പേളിൽ ഒട്ടിക്കാം. അപ്പോൾ ഇവിടെ ഗ്ലൂ ഞാൻ ഫെവിക്രിൽ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഏത് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം, പക്ഷേ കുറച്ച് വിട്ട് വരാതെ പോലെ സ്ട്രോങ് ആയി ഒട്ടിയിരിക്കുന്ന ഗ്ലൂ വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. അതിനുശേഷം പേളിന് ചുറ്റും വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇവിടെ ബോൾ ചെയിൻ അതിൻ്റെ കറക്റ്റ് റൗണ്ടിൽ വെച്ച ശേഷം അളവ് നോക്കിയിട്ട് നമുക്ക് എത്ര റൗണ്ട് വേണോ അത് വെച്ച് നോക്കിയ ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഓരോ മീറ്റർ ആയിട്ടാണ് ബോൾ ചെയിനും പേൾ ചെയിനൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വെച്ചിട്ട് കട്ട് ചെയ്ത് പീസുകൾ മാറ്റി വെച്ച ശേഷം ഇതുപോലെ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഗ്ലൂ വെച്ച ശേഷം തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെച്ച് കട്ട് ചെയ്ത് മാറ്റിയാലും മതി. അപ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റോൺ ചെയിനാണ് ഇതിൻ്റെ ചുറ്റും വെച്ച് ഒട്ടിക്കുന്നത്. അതും ഇതുപോലെ റൗണ്ടിൽ വെക്കുക. നമുക്ക് കറക്റ്റ് എത്ര റൗണ്ട് വേണം നോക്കിയിട്ട് ആ ലെങ്ത്ത് കണക്കാക്കിയ ശേഷം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ സ്റ്റോൺ ചെയിനും ബോൾ ചെയിനും മാത്രമാണ് ഈ കമ്മൽ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. പേൾ ചെയിൻ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഇതിൻ്റെ 3 ടൈപ്പും, ബോൾ ചെയിനും സ്റ്റോൺ ചെയിനും പേൾ ചെയിനും എല്ലാ കളറിലും വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കുറച്ച് വലിയ റൗണ്ടിലാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യാം അതിന് ചുറ്റും. അതായത് സ്റ്റോൺ ചെയിൻ കഴിഞ്ഞ് പിന്നെ ബോൾ ചെയിൻ ഒട്ടിക്കാം. വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക, വീണ്ടും നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാം. അങ്ങനെ എത്ര വലിപ്പം വേണോ അത്രയും നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ പേൾ ചെയിനും ഒട്ടിക്കാം. ഞാൻ ഒരു ഡിസൈൻ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മോഡൽ കാണിക്കുമ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് എപ്പോഴും കാണിക്കാറ്. അപ്പോൾ ആ ഡിസൈൻ ജ്വല്ലറി മേക്കിംഗ് പഠിക്കുന്നവർക്ക് ഈസി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഏത് മോഡലാണെങ്കിലും അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ഞാൻ ഫസ്റ്റ് കാണിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടൈപ്പ് കമ്മലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കുന്താൻസ് ഒട്ടിക്കാം, അല്ലെങ്കിൽ വേറെ സിംഗിൾ പീസ് സ്റ്റോൺസ് ഒട്ടിച്ചിട്ടുണ്ടാക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം. കമ്മലിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നതിനനുസരിച്ചിരിക്കും ഷേപ്പ്. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഹാർട്ട് ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, സ്ക്വയർ ഷേപ്പോ ഡയമണ്ട് ഷേപ്പോ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഈ ടൈപ്പ് കമ്മൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം പിന്നെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ ഡിസൈനർ കമ്മലുകളെല്ലാം ഷോപ്പിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വിലയുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഏത് കളറ് സ്റ്റോൺസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നടുവിൽ വെച്ചിരിക്കുന്ന ഹാഫ് പേളിന് പകരം നമുക്ക് വൈറ്റ് കളർ സ്റ്റോൺ കിട്ടും, അല്ലെങ്കിൽ ക്രിസ്റ്റൽ പീസ് കിട്ടും, അതെല്ലാം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ റൈൻ സ്റ്റോൺ ആയിട്ടും കിട്ടും. എംബ്രോയിഡറി വർക്കിനെല്ലാം ഉപയോഗിക്കുന്ന നല്ല ഭംഗിയുള്ള റൈൻ സ്റ്റോണെല്ലാം കിട്ടും. അതെല്ലാം സെൻറ്ററിൽ വെക്കാം. ഇതിന് മാച്ചായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ തന്നെ നെക്ലസ്സുകളെല്ലാം ഉണ്ടാക്കിയെടുക്കാം, ബ്രേസ്ലെറ്റ് ആണെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ്. എന്നാൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഹാൻഡ് മെയ്ഡ് ആണെന്ന് തോന്നില്ല. അത്രയും നല്ലൊരു ഫിനിഷിങ്, ഒരു നല്ലൊരു ലുക്കുള്ളൊരു അടിപൊളി കമ്മലാണ്. പ്രത്യേകിച്ച് നൈറ്റ് ടൈമൊക്കെ ആകുമ്പോൾ നല്ല തിളക്കമുണ്ട്. കാരണം സ്റ്റോണൊക്കെ നല്ല ഷൈനിങ് ആയിട്ടൊരു അടിപൊളി കമ്മലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഇത്തിരി എന്താ പറയുക, ക്ഷമയോടെ ഇരുന്ന് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഗ്ലൂ എല്ലാം വെളിയിലോട്ട് സ്റ്റോണിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഡ്രൈ ആയി കഴിഞ്ഞാൽ അതെല്ലാം ഒന്നും വെളിയിലോട്ട് കാണില്ല. ഭയങ്കര ട്രാൻസ്പാരൻറ്റ് ഗ്ലൂ ആണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമേ ഇല്ല. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഇതെല്ലാം മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് പൊങ്ങി താന്നൊക്കെ ഇരിക്കുന്നതെല്ലാം ഒന്ന് ഒരേ ലെവലിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ ഈ സ്റ്റഡിനുള്ള പീസ് കൂടി നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ സ്റ്റഡിനാകുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ റൗണ്ട് മതി. അപ്പോൾ നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ്. ഹാഫ് പേൾ ഒട്ടിക്കുന്നു, അതിന് ചുറ്റും ഈ ബോൾ ചെയിൻ ഒട്ടിക്കുക, അതിനുശേഷം സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുക. അപ്പോൾ ഈ 2 ചെയിൻ മാത്രമാണ് ഓരോ പ്രാവശ്യം ഒട്ടിക്കുന്നുള്ളൂ, കാരണം അത്രയും റൗണ്ട് മതി. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് വലുതും സ്റ്റഡ് കുറച്ച് ചെറുതുമായിട്ടാണ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒട്ടിച്ച് വെച്ചത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ബാക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ സെയിം സൈസിലുള്ള ഒരു പേപ്പർ കൂടി വേണം. അപ്പോൾ ഒരു പീസ് നമുക്കിതിൻ്റെ ബാക്കിൽ തന്നെ താഴെ വെച്ചിട്ട് കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വേറെ ഷേപ്പൊക്കെ ആണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ഈ ക്യാൻവാസ് പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് ആണെങ്കിൽ ഹാർട്ട് ഷേപ്പ് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് ആ ഷേപ്പിൽ ഇതുപോലെ സ്റ്റോൺസ് ഒട്ടിച്ച ശേഷം കറക്റ്റായിട്ട് അതിൻ്റെ ചുറ്റും വെട്ടിയെടുത്താൽ മതി. ഏത് ഷേപ്പാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒട്ടിച്ച ശേഷം അത് കട്ട് ചെയ്തെടുക്കുക ചെയ്യാം. ഇത് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല, ഈസി ആയിട്ട് വേഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കട്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ എക്സ്ട്രാ ഇങ്ങനെ സൈഡിലോട്ട് വരുന്ന ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ പേപ്പറെല്ലാം ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് കളയാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്യുന്ന സമയത്ത് സിസേഴ്സ് കൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ ബ്ലേഡ് യൂസ് ചെയ്യാം. ബ്ലേഡ് ആകുമ്പോൾ ഓരോ കുഞ്ഞു കുഞ്ഞ സ്റ്റോണിൻ്റെ ഇടയിലോട്ടും അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു ഐപ്പിൻ എടുക്കുക. ഐപ്പിൻ ഇതിൻ്റെ ഒരു സൈഡിൽ വെക്കാം. അതായത് നമുക്ക് സ്റ്റഡിലോട്ട് കോർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐപ്പിൻ ഇവിടെ വെച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ ഐപ്പിൻ വെച്ച് ഒട്ടിക്കുക. ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ അതിലും ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിക്കാം. പിന്നെ അത് നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് വിട്ട് വരില്ല. പേപ്പർ ആയതുകൊണ്ട് ഇത് നല്ല വെയിറ്റ് ഉണ്ടാകും. വിട്ട് വരുമെന്നൊന്നും ആർക്കും സംശയം വേണ്ട. ഭയങ്കര വെയ്റ്റ്ലെസ്സാണ്, ഒട്ടും വെയിറ്റ് ഇല്ല. ഈ സ്റ്റോൺ ചെയിനും ബോൾ ചെയിൻ എല്ലാം ഒട്ടും വെയിറ്റ് ഇല്ലാത്ത മെറ്റീരിയലാണ്. പിന്നെ ഈ പേപ്പറാണല്ലോ അതും വെയിറ്റ് ഇല്ല. കാണുമ്പോൾ നല്ല ഹെവി ആയിട്ട് വെയിറ്റ് ഉള്ള പോലെ തോന്നും, പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു വെയ്റ്റ്ലെസ് സ്റ്റോൺ കമ്മലാണിത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റഡും കട്ട് ചെയ്തെടുക്കാം. അതിനും 2 പീസ് വേണം. അപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ഇതും റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ചെറിയ പീസാണെങ്കിലും വലിയ പീസാണെങ്കിലും നമുക്ക് വെറുതെ സ്റ്റഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഹാങ്ങിങ് ഇല്ലാതെ ഈ സ്റ്റഡ് മാത്രമായിട്ട് ഒട്ടിച്ചിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അല്ല കുറച്ചിങ്ങനെ ഹാങ്ങിങ് ഉള്ള മോഡലാണെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഐപ്പിൻ എടുക്കുക, അത് കട്ട് ചെയ്യുക. ഒരുപാട് ലെങ്ത്ത് വേണ്ട. നമുക്കിതിൻ്റെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ വെച്ച ശേഷം ഇതും ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സ്റ്റഡ് ബേസാണ് ഈ സ്റ്റഡിൽ ഒട്ടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറിലോട്ട് ഈ സ്റ്റഡ് ബേസ് നന്നായിട്ട് പ്രസ് ചെയ്ത് കയറ്റുക. അതിന് ശേഷം ഇതും ഇതിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഐപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്, അത് ഡ്രൈ ആയിട്ടില്ല. അതിന് മുകളിൽ തന്നെ ആയിട്ട് നമുക്ക് ആ ലെവൽ കണക്കാക്കിയിട്ട് ഒട്ടിക്കാം. കറക്റ്റ് നടുവിൽ ഒട്ടിക്കാം. അപ്പോൾ ഈ സ്റ്റഡ് വരുന്ന ഭാഗത്തേക്ക് വരാത്ത പോലെ വേണം ഐപ്പിന് കട്ട് ചെയ്തെടുക്കാൻ. അത്രയും ലെങ്ത്ത് ഐപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് അതിന് മുകളിൽ വെച്ച ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കോർക്കുന്ന സമയത്തെല്ലാം വിട്ട് വരും. ഇത് നന്നായിട്ട് ഡ്രൈ ആയതാണ്. അതിനുശേഷം നമ്മൾ ആദ്യമേ സ്റ്റഡിൽ കോർത്ത ഐപ്പിന് പ്ലെയർ യൂസ് ചെയ്തിട്ട് പതുക്കി ഒന്ന് അകത്ത് അതിലോട്ട് താഴെ വരുന്ന പാർട്ടുണ്ടല്ലോ അതിലും നമ്മൾ ഐപ്പിന് കോർത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൂപ്പ് ഇതിലോട്ട് കോർക്കുക. കോർത്ത ശേഷം നമ്മൾ ഈ അകത്തിയത് ക്ലോസ് ചെയ്യാം. ഇപ്പം നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കമ്മൽ നോക്കിയിട്ട് ഞാൻ തന്നെ വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞതിൽ കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകിലുള്ള തിരിവുകൾ ഇതുപോലെ റബ്ബറിൻ്റെ ആണെങ്കിലും മെറ്റലിൻ്റെ ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അപ്പോൾ തന്നെ വീഡിയോസ് എല്ലാം ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം ഇത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.